ഹായ് ഫ്രണ്ട്സ്, ഹോംലി ട്രെൻഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നോമ്പുകാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം പിന്നെ കിച്ചണിൽ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുപോലെ ഉച്ച വരെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം കിടക്കുക ചെയ്തിട്ട് പിന്നെ നേരെ അടുക്കളയിലോട്ട് കയറിക്കാട്ടോ. വീട്ടിലാണ് ഇപ്പോൾ ഞാനുള്ളത്. അപ്പോൾ കിച്ചണിൽ വന്നിട്ട് ആദ്യം ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് സമൂസയാണ് കേട്ടോ സ്നാക്കായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെയാണ്. പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കട്ടിംഗ് ബോർഡിലൊക്കെ വെച്ച് കട്ട് ചെയ്യുന്നതിനേക്കാളും പെട്ടെന്നാണ് നമ്മൾ ഈ ചോപ്പറൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ ചോപ്പറിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഉമ്മ തൊലിയൊക്കെ കളഞ്ഞിട്ട് അവിടെ കേക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി ഞാൻ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ കടിയായിട്ട് അപ്പം ചൂടാന്നാണ് വിചാരിച്ചിട്ടുള്ളത്. കാരണം അപ്പം ആകുമ്പോൾ ഇവിടെ ആർക്കും ഒരു പരാതിയില്ല. പത്തിരിയോ ദോശയോ അതേപോലെ ചപ്പാത്തിയൊക്കെ ആണെങ്കിലും ഓരോരുത്തർക്കും പറ്റാത്തതുണ്ടാവും. അപ്പോൾ അപ്പം ചൂടാന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ സമൂസക്കുള്ള ഇതൊക്കെ ഇവിടെ അരിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. കുറച്ച് ക്യാരറ്റും അതുപോലെ സവാളയും പിന്നെ കുറച്ച് ഉരുളങ്കിഴങ്ങൊക്കെ എടുത്തിട്ടുണ്ട് പച്ചക്കറിയായിട്ട്. ഇവിടെ ഉള്ളതൊക്കെ എടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചോപ്പർ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് കയ്യിലില്ലാത്തവരാണെങ്കിൽ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് അധികം റേറ്റും കാര്യങ്ങളൊന്നുമില്ല. ഒരു 200 സംതിങ് റേറ്റൊക്കെ വരുന്നുള്ളൂ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ. ഓൺലൈനിലാകുമ്പോൾ അതിനേക്കാൾ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ ചോപ്പ് ചെയ്തെടുക്കണത്. അപ്പോൾ നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്ത് കിട്ടും. അപ്പോൾ മല്ലിയിലയും കറിവേപ്പിലൊക്കെ ഇതിലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ സമൂസൻ്റെ റെസിപ്പിയൊന്നും ഞാനിവിടെ കാണിക്കണില്ല. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് സമൂസ ഫില്ലിങ് റെസിപ്പി എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് കാണണം എന്നുള്ളവരുണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് കണ്ടു നോക്കൊണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഇതെല്ലാം നന്നായിട്ട് തന്നെ ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. സമൂസയൊക്കെ ഉണ്ടാക്കുമ്പോൾ മെയിൻ പണി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് അല്ലേ, ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കൽ. അപ്പോൾ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടോ ഈ ഒരു ചോപ്പർ വെച്ചിട്ടാവുകൊണ്ട്. അപ്പോൾ ഒരു കണക്കൊന്നും വെച്ചിട്ടല്ല ചെയ്യുന്നത്. ഇനി ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് മസാല കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ നാളെ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ എന്തായാലും ഉമ്മ ഇവിടെ കുറച്ച് മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ മത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പത്തേക്ക്. പാകൊക്കെ മീൻകറി ആയാൽ മതി അപ്പത്തേക്ക്. അപ്പോൾ കുറച്ച് ബീഫും ഉണ്ട് വെച്ചത് തലേ ദിവസം വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ സമൂസക്കുള്ള ഈ ഫില്ലിങ്ങൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സമൂസയിലേക്കുള്ളത് ഇന്ന് ബീഫാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ വേവിച്ചിട്ട് തലേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന അതിൽ തന്നെ കുറച്ച് ബീഫിൻ്റെ എടുത്തിട്ട് നല്ല പീസൊക്കെ നോക്കിയിട്ടുണ്ട് എടുക്കുകയാണ് കേട്ടോ. അതും ഞാൻ ഈ ചോപ്പർ വെച്ചിട്ട് തന്നെയാണ് ഒന്ന് ചെറുതാക്കി എടുക്കുന്നത്. അപ്പോൾ സമൂസക്കുള്ള ഫില്ലിങ് ആദ്യം റെഡിയാക്കി വെച്ചാൽ പിന്നെ നമുക്കത് ചുറ്റിയെടുക്കാനൊക്കെ ആകുമ്പോഴത്തേന് ചൂടാറിക്കൊള്ളുമല്ലോ. അത് വിചാരിച്ചിട്ടാണ് പിന്നെ ആദ്യം തന്നെ ആ ഒരു പരിപാടിക്ക് നിന്നത്. അപ്പോൾ ഇത് ഇലക്ട്രിക്കലായിട്ടുള്ള ഒന്നൊന്നുമല്ല കേട്ടോ. പിന്നെ അവിടെ മാമ്പഴ വീട്ടിലുള്ളത് കറണ്ട് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നൊരു ചോപ്പറാണ്. അതും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് പിന്നെ ഉമ്മ അവിടെ അപ്പം ചുടാനുള്ള അരിയൊക്കെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്കൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ എന്തായാലും അപ്പം ചുടാനുള്ള പരിപാടിയും കൂടെ ഉണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തേങ്ങയും മഞ്ഞളൊക്കെ വെയിലത്തിട്ട് എടുക്കണ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും തേങ്ങയൊക്കെ ഒന്ന് ആട്ടിയിട്ട് എണ്ണ ആയി കിട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ചൂടാറാനും അതേപോലെ തന്നെ മട്ടൊക്കെ ഊറി നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് വേണം പിന്നെ അത് ക്യാനിക്കൊക്കെ ഒന്ന് ഒഴിച്ച് വെക്കാൻ. അപ്പോൾ എന്തായാലും നമ്മൾ സമൂസയുടെ ഫില്ലിങ്ങൊക്കെ ഒന്ന് ചൂടാറുന്ന സമയം കൊണ്ട് ഈ സമൂസൻ്റെ ഷീറ്റൊക്കെ ഒന്നുണ്ട് മാറ്റി വെക്കുക. അപ്പോൾ ബാക്കിയുള്ളത് നേരെ ഫ്രിഡ്ജിക്കും വെക്കാം കേട്ടോ. ഇനി നാളെ മറ്റന്നാളൊക്കെ ഉണ്ടാക്കണമെങ്കിലും മതിയല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കാക്കൊന്ന് റേഷൻ കടയിലും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് അരിയും കിറ്റും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ കിറ്റ് കിട്ടിയാൽ പിന്നെ അതിൽ എന്തൊക്കെയുള്ളത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ അപ്പം തന്നെ നോക്കാമെന്നും പറഞ്ഞിട്ട് ഞാൻ കാക്കു അതൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ട് പുറത്തേക്ക് വെക്കുകയാണ്. എന്തൊക്കെയുള്ളത് നോക്കുകയാണ്. അത് രസമാണല്ലോ അല്ലേ, സ്കൂളത്തെ കിറ്റാണെങ്കിലും റേഷൻ കടയിലത്തെ കിറ്റാണെങ്കിലൊക്കെ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഫ്രൂട്ട്സ് വാങ്ങാനും കൂടെ പോയതായിരുന്നു. ഫ്രൂട്ട്സ് കൂടുന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ത് സാധനം വാങ്ങിക്കൊടുന്നാലും അത് അപ്പം തന്നെ അതിൻ്റെതായ സ്ഥാനത്തേക്ക് എത്തിച്ചിട്ടില്ലെങ്കിൽ ഉപ്പാക്ക് ഇഷ്ടമല്ല കേട്ടോ. ഉപ്പ ചീത്ത പറയും. അപ്പം ഉമ്മ പിന്നെ അതിന് നിൽക്കിയിരുന്നു ആദ്യം. അപ്പോൾ ഇവിടെ അപ്പം ചൂടലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഉമ്മ അപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ ഈത്തപ്പഴമൊക്കെ അതിൻ്റെ പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ ഫ്രൂട്ട്സും ഇതൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ടാണ് മാറ്റി വെക്കട്ടെ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മെയിൻ പരിപാടിയായ സമൂസയുടെ പരിപാടി തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഫില്ലിങ്ങൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. പിന്നെ ഇന്ന് സഹായിക്കാൻ ഇവിടെ ആരും വന്നിട്ടില്ല, എന്താ അറിയില്ല, എല്ലാവരും പുറത്തൊക്കെ പോയതാണ്. പിന്നെ സച്ചു ആണെങ്കിൽ പുറത്ത് നല്ല കളിയിലാണ്. ആൾ ഈ വഴിക്ക് വന്നിട്ടേ ഇല്ല. നോമ്പും ഉണ്ട് കേട്ടോ മൂപ്പർക്ക്. ഓനിക്ക് പിന്നെ നോമ്പാണെങ്കിലും നോമ്പാണെന്ന് കാണുന്നവർക്ക് തോന്നുന്നില്ല. കാരണം അടങ്ങിയിരിക്കുക, ഒരു ഭാഗത്ത് കിടക്കുക, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. നല്ല കളി തന്നെയൊക്കെയായിരുന്നു. എന്നാൽ നോൽക്കണ്ടെന്ന് പറഞ്ഞാൽ ഈ ചൂടൊക്കെ അല്ലേ, അപ്പോൾ അടുപ്പിച്ച് ദിവസങ്ങളിൽ ഇങ്ങനെ നോൽക്കണ്ടെന്ന് പറഞ്ഞാൽ കുട്ടി കേൾക്കില്ല. അപ്പോൾ എന്തായാലും സമൂസൻ്റെ പരിപാടിയൊക്കെ ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മസാല ബാക്കിയുണ്ട്. ഇത് ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നാളെ പിന്നെ ഇതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ എന്തെങ്കിലും വേണമെങ്കിൽ കൂട്ടിയിട്ടുണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ വേഗം ഇതൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കട്ടെ, എന്നിട്ട് പിന്നെ ബാക്കി നോക്കാം. പിന്നെ സമൂസയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കണം കേട്ടോ. പിന്നെ ജ്യൂസ് നിർബന്ധമാണ് നോമ്പ് തുറക്കുന്ന സമയത്തേക്ക്. അപ്പോൾ മാങ്ങ ജ്യൂസ് അടിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അതിനുള്ള മാങ്ങയൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്ന് കഴുകി വെക്കട്ടെ കേട്ടോ. ഒന്ന് ചെത്തിയിട്ടൊന്ന് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ നോമ്പ് തുറക്കാൻ സമയത്തേ പിന്നെ ജ്യൂസ് അടിക്കലുള്ളൂ. മഗ്‌രിബാകുമ്പത്തിന് ഒരുവിധം പണികളൊക്കെ കഴിച്ച് എത്ര ശ്രമിച്ചാലും പിന്നെയും ഉണ്ടാവും. നോമ്പ് തുറന്നതിന് ശേഷം പിന്നെയും കുറേ പണികൾ. ഈ പാത്രം കഴുകൽ തന്നെ ഉണ്ടാവുമല്ലോ ഇഷ്ടം പോലെ. അപ്പോൾ ഈ പണിയൊന്നും നമുക്ക് ഉണ്ടാവാറില്ല. കാരണം ഇതിനൊക്കെ ആങ്ങളമാരൊക്കെ ഉണ്ടല്ലോ, 2-3 ആൾ. അപ്പോൾ ആരെങ്കിലൊക്കെയാണ് കാര്യമായിട്ട് ജ്യൂസിൻ്റെ പരിപാടിയൊക്കെ നോക്കൽ കേട്ടോ. മെയിനായിട്ട് എൻ്റെ രണ്ടാമത്തെ ബ്രദറാണ്. ഓന് പിന്നെ എല്ലാവിധ ജ്യൂസും ഒന്ന് ട്രൈ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇന്നെന്തായാലും എല്ലാവരും ഇവിടെ അല്ല. അപ്പോൾ പിന്നെ ഞാൻ തന്നെ അതിന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ജ്യൂസിനുള്ള മാങ്ങയൊക്കെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത്താഴത്തിനുള്ള ഉപ്പേരി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പയർ കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ഉമ്മയുടെ സമൂസയൊക്കെ പൊരിച്ച് കോരാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പുറത്തെ സ്റ്റൗവിൽ അപ്പം ചുടലും നടക്കുന്നുണ്ട്. പിന്നെ അത്താഴത്തിനുള്ള കറി എന്ന് പറഞ്ഞാൽ ചിരങ്ങയാണ്. അതവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞ് കലാശക്കൊട്ടാണ്. അപ്പോൾ പാത്രങ്ങൾ ഒരുപാടുണ്ട് കഴുകാൻ. പിന്നെ ഉമ്മ സിയമോളെ എടുത്തിട്ട് അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതാണ് കഴുകാൻ നിന്നു. അപ്പോൾ നോമ്പ് തുറക്കുമ്പോഴത്തേനുള്ള ഒരു വിധമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പാത്രം കഴുകലും കൂടി കഴിഞ്ഞാൽ കുറച്ച് സമയം ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ചോറിനുള്ള അരി പിന്നെ ഇപ്പോൾ ഇട്ടിട്ടില്ല കേട്ടോ. ഇപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ കുറച്ച് അരി ഉണ്ട് അവിടെ. അപ്പോൾ ഇന്ന് അത് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സാധാരണ ഈ നോമ്പായിട്ട് അങ്ങനെ വെക്കലൊന്നുമില്ല, ആർക്കും അങ്ങനെ വല്ലാതെ പോവില്ല. അപ്പോൾ ഇന്ന് അതാക്കാമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ നോമ്പ് തുറന്നിട്ട് തീമിടാമെന്നും പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പം അങ്ങനെ ഒരുവിധം അകത്തുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ഇനി ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം എന്നുള്ള ശ്രമത്തിലാണ്. അപ്പോൾ എന്തായാലും ഇനി വെള്ളം കലക്കാനും ജ്യൂസ് എടുക്കാനും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ കുട്ടീനെ എടുത്തിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഓക്കും തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ലൊരു ത്രില്ലാണ്. അപ്പോൾ അങ്ങനെ കുട്ടീനെയും കൊണ്ടൊന്ന് പുറത്തിറങ്ങിയിട്ട് അവിടെ പോയിട്ടൊന്ന് ഇരുന്ന് കുറച്ച് സമയം. സച്ചു എൻ്റെ ടീമൊക്കെ അവിടെ നല്ല കളിയിലാണ്, സൈക്കിളോണ്ടൊക്കെ നല്ല പരിപാടിയിലാണ്. അപ്പോൾ അതും കണ്ടിട്ട് അവിടെ സിയമോളും തന്നെ കുറച്ച് സമയം അങ്ങനെ ഇരുന്നു. പിന്നെ കുറേ സമയമായപ്പോൾ പിന്നെ ഒക്കെ നിലത്തേക്ക് ഇറങ്ങിക്കൊള്ളണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അകത്ത് വന്ന് പിന്നെ നോമ്പ് തുറക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ ആയി. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജ്യൂസ് അടിക്കാനൊക്കെ ആളെത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ പണി നമുക്കിന്ന് ലാഭമായിട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.